ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ 2 ദിവസം മൈസൂരിൽ തങ്ങിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ സൂൻ്റെയും പാലസിൻ്റെ ഒക്കെ വേറെ വേറെ ഇട്ടിട്ടുണ്ടാവും, നിങ്ങൾ ചിലരെ കണ്ടിട്ടുണ്ടാവും. അപ്പം അതല്ലാത്ത നമുക്ക് കുറച്ച് യാത്രേൻ്റെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് മാത്രമേ ഞാനിങ്ങനെ സൗണ്ട് കൊടുക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ അപ്പം തന്നെ സൗണ്ട് കൊടുത്തേക്കാണ്. കാരണം കുറേ മിനിറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇടയ്ക്ക് നമ്മൾ എല്ലാം ഞാൻ അങ്ങനെ സൗണ്ട് കൊടുത്തേക്കാണ്. ഇതൊക്കെ കൂടെ എനിക്ക് ഇങ്ങനെ സൗണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ പാക്കേജ് ഒക്കെ നമ്മൾ എല്ലാം ഇങ്ങനെ വണ്ടിക്ക് എടുത്തേക്കാണ്. എന്തെങ്കിലും മറന്നിക്കണോ അങ്ങനെ കാര്യങ്ങൾ. 4:10 കേട്ടോ സംഭവം. രാവിലെ ബാങ്ക് 5:38 അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ 4 മണിൻ്റെ മുന്നേ തന്നെ അവരൊക്കെ എണീപ്പിച്ച് ഒക്കെ ഒന്ന് കുളിച്ച് മേലെ ഇരിക്കണം കേട്ടോ. മേലെ ഇരിക്കാണ്ടെല്ലാം തല നനച്ചിട്ടില്ല. അങ്ങനെ എല്ലാ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തുവെച്ച് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളവും കാര്യവും നമുക്ക് കൈ കഴുകാനും ഛർദ്ദിച്ചാൽ എല്ലാത്തിനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ വണ്ടിയിൽ വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ടേനി, അപ്പോൾ അതും ഒക്കെ റെഡിയാക്കി ഇരിക്കുക കേട്ടോ. നടുവിന് ഗേറ്റും കാര്യമൊക്കെ ഒന്ന് ഇതാക്കി ലൈറ്റൊക്കെ ഇട്ടിച്ചിട്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ഇങ്ങനെ വാട്സപ്പിൽ വന്നിട്ട് നിനക്ക് അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ മൈസൂർ പോവാണ് കേട്ടോ. 2 ദിവസത്തെ ട്രിപ്പാണ്. ഒരു 4:30 4:15 അല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു തണുപ്പും കാര്യമൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ കുറവാണ്, 1-2 വണ്ടികളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് വിശേഷങ്ങളൊക്കെ പറയട്ടോ. നമ്മൾ ഇടവണ്ണ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇരുട്ടാണ്, കാണുന്നുണ്ടോന്ന് അറിയില്ല. എന്താ വണ്ടികളും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പൊ നമ്മൾ ഓരോ പാട്ട് പാടാന്ന് വിചാരിച്ചു. പാടിക്കല്ലോ. അത് കാണുന്നുണ്ടോ? ചുങ്കത്തറ എത്തിയിട്ടുണ്ട് കേട്ടോ. ചുങ്കത്തറ എത്തിയപ്പോഴേക്കും ഇതാ ഹോട്ടലുകളൊക്കെ അങ്ങനെ കുറച്ച് തുറന്നിട്ടുണ്ട്. നമ്മൾ എണ്ണ അടിച്ചാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അല്ലുകുട്ടി മൈലാഞ്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചിരുന്നു. ഓളിൻ്റെ അടുത്താണ് ഇരിക്കണത്. വൈക്കടവ് എത്തിയിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഇവിടെ പള്ളി ഉണ്ട് കേട്ടോ. അപ്പം വിചാരിച്ചു പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ എന്താ സുബൈ തെറ്റു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോയാൽ അപ്പം അങ്ങനെ നിസ്കരിക്കാൻ പോട്ടെ. അങ്ങനെ ചുരമൊക്കെ കയറി തുടങ്ങിയിരിക്കണം കേട്ടോ. നമ്മൾ വൈക്കടവ് എത്തുമ്പം ആകെ 3/4 മണിക്കൂറൊക്കെ ആയിട്ടുള്ളേ. അത്രയും സമയത്തിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ തന്നെ ചുരത്തിലും വണ്ടിയൊന്നും ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ എത്തൊന്ന് വിചാരിക്കണം. നിസ്കാരം കഴിഞ്ഞൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. സീറ്റ് സ്റ്റാർട്ടാക്കിന് കേട്ടോ. കണ്ട ഇതൊക്കെ വാങ്ങിക്കണം കേട്ടോ. ഇതൊക്കെയാണ് തിന്നാൻ വാങ്ങിക്കണത്. തരാം. ഇനിയിപ്പോൾ ഇതിനൊരു അടിപിടിയ കാരം. കേരളമൊക്കെ വിട്ടുട്ട ഗൈസ്. നമ്മളിങ്ങനെ ഇപ്പം റോഡൊക്കെ ഭയങ്കര കേട്. ഗുഡല്ലൂർക്ക് ഉള്ള ഒരു റോഡ് ഭയങ്കര കേടാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ നിന്ന് വന്നാണ്ട് ഒരു ബൈക്ക് ഇടിച്ചിട്ടുണ്ട് കേട്ടോ. കട്ടുണ്ട് ഒരു ഡിസ്റ്റൻസ് അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി അവിടെ ഒന്ന് ഒരു കുഴിയില്, ഭയങ്കര കുഴിയാണ്. എന്നിട്ട് നമ്മൾ കയറ്റുമ്പോത്തിന് ഒരു ബൈക്ക് വന്ന് ബാക്കിലാണ്ട് ഇടിച്ച്. അങ്ങനെ ആ ഒരു ബൈക്കിന് പ്രശ്നമൊന്നുമില്ല. അയാളെ കയ്യിന് ചെറുതായ ഒരു ഇതുണ്ട്. നമ്മളെ ആ ഒരു ബമ്പർ ഫുള്ളായിട്ട് ഇങ്ങോട്ട് പൊട്ടി പോന്നൊക്കെയാണ്. ഇനിയിപ്പോൾ അയാൾ നമ്പർ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ ചെന്നിട്ട് നേരാക്കേണ്ടി വരും. നല്ല നേരം വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മൃഗങ്ങളെയൊക്കെ നന്നായിട്ട് കാണുമെന്ന് വിചാരിക്കണം. ഈ സമയത്താവുകൊണ്ട് കാടൊക്കെ ഒരു ഇരുട്ടൊക്കെ ഒന്ന് മാറി നല്ല മഞ്ഞുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്. ഇവിടേക്ക് എത്തിയപ്പോഴേക്ക് എടുത്തുക്കണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ സംഭവം. നമ്മൾ ഗ്ലാസ് ഒക്കെ കണ്ടില്ലേ ഉയർത്തി വെച്ചൊക്കെയാണ്. ചെവിയൊക്കെ ഭയങ്കരമായിട്ട് അടഞ്ഞു പോയി. തേയിലത്തോട്ടം കാണണ്ട. കുറച്ച് ഇരുട്ടാണ് ഈ ഭാഗത്തേക്ക്. കുട്ടി ഉറങ്ങണ ഒക്കെ ഓരം കണ്ട. ഞാൻ വായന ഇവിടെ ചാരി കാണ്ടായിട്ട് നിക്കണ. എന്റെ അടുത്തേക്ക് വരുന്നല്ല. മഞ്ഞുണ്ട് കേട്ടോ. നമ്മള് ഗ്ലാസ് ഒക്കെ ഉയർത്തിക്കൊണ്ട് നമുക്ക് അത്ര ഒരു ഇത് ചെയ്യുന്നില്ല. നല്ല തണുപ്പുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞാല് ഊട്ടിയാണ് കേട്ടോ. ഈ റോഡാണ്. നമുക്ക് ഇങ്ങോട്ടാണ് ഗൂഡല്ലൂര്.
ഗൂഡല്ലൂർ അങ്ങാടിയാണ് കേട്ടോ. നമ്മള് എത്ര മിനിറ്റ് ഉണ്ടാവും കാട്ടിക്ക്? 10 മിനിറ്റ് തൊട്ട് കാട്ടിലെത്തും. മൃഗങ്ങളെ കാണാൻ പറ്റുമെങ്കിൽ അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ്ട്. മോളെ നമ്മള് പൊന്നു താട്ട് ഛർദിച്ച് കൊയങ്ങി തളർന്നിട്ട് അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് കുറച്ചു നേരം നിർത്തിയിട്ട് ഓളൊരു നുറുക്കും കഷ്ണം തിന്നീന്ന്. അപ്പൊ അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലല്ലേ, ഭയങ്കര കാറ്റും. പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ട് നമ്മള് ഗൂഡല്ലൂർ നമ്മൾ കഴിഞ്ഞൂർ വന്നപ്പോ ചായ കുടിച്ചിരുന്ന സ്ഥലമാണ് അല്ലേ. ഉണ്ടാവും നമ്മളെ ബോട്ട് ഇതാ കാണുന്നു. ഇനി ഫുള്ള് കാടാണ് കേട്ടോ. മുത്തുമല ടൈഗർ റിസർവ് വെൽക്കം. നമ്മള് ഇവിടുന്നല്ലേ ബാത്റൂം പോയിഞ്ഞത്? അല്ലല്ല, പകുതിയും കൂടിയാണ് പോയിട്ട്. ഇവിടെ അല്ല എന്നാ അല്ലെങ്കിൽ അല്ല അതിന് കച്ചറ നമ്മള് തട്ട മാനിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. കണ്ടാ അത് അവിടെ ഇതൊക്കെ തന്നെയാട്ടോ മാൻകൂട്ടം. കണ്ട റോട്ടിൽ തന്നെയാണേ. ആനനൊന്നും കണ്ടിട്ടില്ല. ഇനി നോക്കട്ടെ ആന ഉണ്ടോന്നാവും. രാവിലെ ആവോണ്ടിട്ട് നമ്മൾ ഇത്രയും അടുത്ത് കണ്ടില്ല. ഇത് ഫുള്ള് മാന കേട്ടോ. ഇതാ ഇവിടെ ഒരു മാന കണ്ടില്ലേ. ഇപ്പൊ രാവിലെ ആവോണ്ട് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. അതിന്റെ ഉള്ളിലൊരു ആന ഉണ്ട് കേട്ടോ. കാണുണ്ടോന്ന് അറിയില്ല. കണ്ടില്ലേ അതൊക്കെ അത് ആനയാണ്. കണ്ടില്ലേ എന്തോ കഴിക്കാണ് കേട്ടോ. അവിടെ നിർത്തിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ചെറുതായിട്ട് കാണണല്ലോ കേട്ടോ. ഫുൾ ഗ്ലാസ് താഴ്ത്തിട്ട് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. ജമ്മു വിറക്കണ തണുപ്പാണ് കേട്ടോ. ആനനെ നമ്മൾ ഒന്നും കൂടെ കണ്ടിട്ടുണ്ട്. കണ്ടില്ലേ കണ്ടില്ലേ പുല്ല് തിന്നോണ്ടിരിക്കാണ്. അതെ കൊമ്പനെ വച്ചി അത് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. പഠിച്ചോനെ കാണുന്നുണ്ടോ മീ? നമ്മളടുത്ത് തന്നെയാണ് കേട്ടോ. പേടിയാണ്. 2 ആന ഉണ്ട്. കാണുന്നുണ്ടോ? രണ്ടാന. പക്ഷെ ഇത് ആനത്താരല്ലേ ചെന്താ ആനപ്പന്തി. 3 ആന ഉണ്ട് കേട്ടോ. കാണണ്ടോ? 3 ആന ഉണ്ട്. ഇത് വളർത്തുന്നതാണ് കേട്ടാ. കൂടെ കണ്ടിട്ടോ. കണ്ട നമ്മളെ കൂടി കണ്ടിട്ട് നമ്മള് ഇവിടെ അയച്ച് ആക്കണട്ടോ. കണ്ടോ അതാക്കണം. ഇത് വളർത്തണമെന്നല്ല കേട്ടോ. അത് കൊമ്പുള്ള ഒരു കാട്ടാനിട്ട് കണ്ടില്ലേ. ശരിക്ക് കാണുന്നില്ല കേട്ടോ. അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഏയ് കൂയ് കേക്കണില്ല കേട്ടാ. എടാ പുലി വണ്ടി വരും കേട്ടാ. പോയി നടത്താൻ ഞങ്ങള് ഇതിനും കൂടി കണ്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ പുതുമല ചെക്ക് പോസ്റ്റ് ആണ് കേട്ടത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാണ് ഇത്. എന്താണ് കർഗുടി പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ആന ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. ഇതില് തണ്ട റോട്ട് കൂടെ നടന്നു പോകണ്ടിട്ട് കണ്ടില്ലേ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. മുപ്പരൊന്നും അറിയണില്ല. പീലി പറിച്ചാനൊന്നും കിട്ടൂല കേട്ടാ. അതണ്ട. അപ്പൊ നമ്മള് മാനുകള് കണ്ട നമ്മള് തൊട്ടടുത്ത് ഇവിടെ കുറച്ച് ബിൽഡിങ്ങും കാര്യൊക്കെ ഉണ്ട് കേട്ടാ. അതാ മുന്നേ തന്നെ കുട്ടികള്. ഇതാ മാനിന്റെ കുട്ടികള് കണ്ട. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. അതന്നെയാണ് ഗൂഡല്ലൂര് പോകുമ്പോ കാണിച്ചിരുന്നില്ലേ ഒരു ആനന്റെ പന്തിയും അവിടെ കുളിപ്പിക്കണ സ്ഥലം. അപ്പൊ അവിടെ ഒരു ആന ഉണ്ട് കേട്ടോ. ആക്കണതിന്റെ ഉള്ളിലുണ്ട് ഒരു ആന. കാണുന്നില്ല. അതാക്കണതിന്റെ ഉള്ളില് കണ്ടിലാക്കണ നമ്മൾ തമിഴ്നാട് കാട് കഴിഞ്ഞിട്ടോ. അത് തെപ്പക്കാട് ഉള്ള സ്ഥലമാണത്. ഇനി നമ്മള് ബന്ദിപ്പൂര് കാട്ടിക്ക് കയറുമ്പോ ബാക്കി കാണിച്ചു തരാം. ഭക്ഷണം കഴിക്കൊക്കെ വേണം. ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മള് വണ്ടി ഓല് നിർത്തി കൊടുക്കാനിട്ട് അവിടെ അങ്ങനെ നിക്കുന്നു. നടക്കാൻ തന്നെ കഴിയണില്ല. എന്താ പറ്റിക്കണ്? വേറെ കൊറേ വരാണ്ട്. ഓലെ കാത്തിക്കാണ് തോന്നുന്നു സംഭവം കേട്ടോ. വേഗം പോയടാ ആരിട്ടോ. അല്ല ഇത് സിംഹവാലിനല്ലേ ആണോ? കുഞ്ഞാണോ? അല്ല ഇത് ഏതോ വേറെ സിംഹവാലിന്. ചൂടോ നല്ല തണുപ്പോണ്ട് നമ്മളെ ആകെ തണുത്ത് മുഖൊക്കെ ഇങ്ങോട്ട് തയ്ക്കണ കേട്ടോ. വെളുത്തൊക്കെയാണ്. ആദ്യക്കുട്ട പൊന്മോള് പിന്നെ ഛർദിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കണ്ടേ. മൈലാഞ്ചി
എന്താ എനിക്ക് ഓള മൈലാഞ്ചി അല്ല നമ്മള് മൃഗങ്ങളെ കാണില്ലട്ടോ നോക്കണില്ല. ഇതാ ഇവിടെ നമ്മള് ഒരു കടുവ ഉണ്ടായിരുന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റാഗ്രാമിൽ ഓക്കെ. അപ്പൊ ഇത് മുതുമല റിസർവ് കഴിഞ്ഞു തോന്നുന്നു. ഇനി കർണാടകക്ക് കയറിയിട്ടുണ്ട് നമ്മള്. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. കണ്ടില്ല അവിടെ ബോർഡ്. കൊരങ്ങന്മാര് കുഞ്ഞി കൊരങ്ങന്മാര് ഇഷ്ടം പോലെ ഉണ്ട്. ഞണ്ട ബന്ദിപ്പൂര് കാട്. നമ്മൾ എന്നാലും ഇവിടെ ഒന്ന് സൈഡ് ആക്കുന്നുണ്ട്. ഒന്നിന് പോവാണ്ട് എല്ലാവർക്കും. ആവശ്യമുള്ളവര് പോയാ മതി. പൈസ കൊടുത്തിട്ടാണ് നമ്മൾ പോണത്. അതുകൊണ്ട് ഒരു കാട്ടില് പൊതുവെ മൃഗങ്ങൾ കുറവാണ് ല്ലേ, മറ്റേ കാടിനെ അപേക്ഷിച്ച്. മറ്റേല് നല്ല ഉണ്ടായി നമ്മൾ കണ്ടത്. ഇതിലാണ് കാടില്. പിന്നെ നമ്മൾ മൂത്രമൊഴിക്കാൻ കയറിയിട്ട് മൂത്രം ഒഴിച്ചില്ല കേട്ടോ. കാരണം വൃത്തിയനല്ലായിരുന്നു. അപ്പൊ ഒഴിക്കാൻ കഴിയണില്ല. നമ്മള് പാൻറ്റും ഇതൊക്കെ നിലത്ത് വെള്ളത്തിലൊക്കെ ആവും വിചാരിച്ച് അങ്ങനെ പോന്നു. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. എവിടെ നിർത്തുമ്പോ ഒക്കെ സംഭവം ശരിയാക്കാന്ന് വിചാരിച്ചു. ഒറ്റൊരു മാൻ പോലും ഇല്ല എന്ന് പറഞ്ഞാലെങ്ങനെയാ. അപ്പൊ ഞമ്മളെ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മറ്റത് ഞാൻ കഴിച്ചിരുന്നു. അപ്പൊ ഇത് കഴിക്കാണേ. ആനപ്പിണ്ട കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെലപ്പോ ഒരു ആനനെ കാണാൻ പറ്റും തോന്നണം. നമ്മൾ ഈ കാട്ടിൽ വന്നിട്ട് വേണം മയിലുകളായിട്ട് കണ്ട്. ഇഷ്ടം പോലെ മയിലുണ്ട് കേട്ടോ. ഫുള്ള് തീയിട്ടൊക്കെ കണ്ടില്ലേ. എന്താ മറ്റേ ഇനിയിപ്പോ ആകെ ഉണങ്ങിയാണ്ട് കത്താതിരിക്കാൻ വേണ്ടിട്ടാവും ഫുള്ള്. പിന്നെ നിറയെ മയിലുണ്ട്, മാനും ഉണ്ടല്ലേ. മാനില്ലേ ഉണ്ട്. ഇതാ മയിലത് അവിടെ അങ്ങനെ ഇരിക്കണം. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഫുള്ളും തീയിട്ട് കരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഇനി മൃഗങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയില്ല. പുകയൊക്കെ പോകുന്നുണ്ട്. രാത്രി ഇട്ടതാ തോന്നുന്നു. കണ്ട അവര് രാത്രി കണ്ടില്ലേ ഇട്ടതാവും. തീ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനി പാനക്കൊക്കെ വരാനൊരു പേടി ഉണ്ടാവും. ഇതെന്താ കായലെന്തോ ആണ് കേട്ടോ. കണ്ടില്ലേ കാട്ടിലൊരു കുറച്ച് വെള്ളം. ഇതിൽ നല്ല മോഡലൊരു വണ്ടിയൊക്കെ ഇട്ടിട്ട്. എന്ത് വണ്ടിയാണ്? എന്താ മൃഗങ്ങളെ കാണാൻ വേണ്ടിട്ട് വേണ്ടിട്ട് ആ വണ്ടിയിൽ പോരാണ് കേട്ടോ. ഓലൊന്നും കണ്ടിട്ടില്ല. കുറച്ച് കത്തിക്കരിഞ്ഞ് കണ്ടില്ല. ഇത് മാത്രം കണ്ടിട്ടുണ്ടാവും. ഒന്നും ഇല്ലല്ലോ. ഒരു ആന പോലും കാണാല്ല. അവിടെ പിണ്ടുണ്ടല്ലേ. പിണ്ടിട്ടത് കണ്ടിട്ടുണ്ട് കേട്ടോ. പിണ്ടല്ല. നമ്മളിതിന്റെ ഉള്ളിൽ ആനനെ കണ്ടില്ലേ. വലിയ ആനയാണ്. അല്ലോ ഇത് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല കേട്ടോ. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഉറപ്പില്ല. കണ്ടോ? അങ്ങനെ നമ്മള് ബന്ദിപ്പൂർ കാട്ടിൽ കേറിയിട്ട് അതൊന്നല്ല കേട്ടോ. അതാക്കണ അവിടെ ഒന്ന് കാണുന്നുണ്ടോ? അതിന്റെ ഉള്ളിലാക്കണ വലുതൊന്നും. എന്റെ മോന്റെ വലിപ്പം നോക്ക്. അത് വലുത്. അത് ഇതിന് മറവിലൊക്കെ ഇടി ഒന്ന് വലുത് ആക്കണിട്ട് ഇന്റെ നേരെ നോക്കിന്റെ ചെങ്ങക്ക് കാണുന്നില്ല. ആക്കണതിന്റെ ഉള്ളില് അതിന്റെ ഉള്ളിൽ കോക്ക ചെങ്ങക്ക് പറഞ്ഞു കൊടുത്ത് നിങ്ങള് കണ്ടാവില്ല. കണ്ടിട്ടുണ്ടാവിട്ടില്ല. ഞാൻ സൂം ചെയ്തിട്ട് എടുത്താണ്. 5 ആന ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഉള്ളില്. അങ്ങനെ സംഭവം നമ്മള് 2 എണ്ണത്തിനെ കുറച്ച് ശരിക്ക് കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ബാന്റെ പാട്ടാട്ട്. 5 ആന 6 പാട്ടാണത്. എന്താണ് കാട് മല കേട്ടോ. നല്ല ഒരു ഭംഗിയുള്ളൊരു മലയാണ്. കാട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ആവണം. പൈസ വാങ്ങിന്നല്ലേ. ഇവിടെ എന്തോ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളോട് ചോദിച്ചിരുന്നു അവര് ഊട്ടി കാണോന്നൊക്കെ ചോദിച്ചിരുന്നു. അയാൾ ഇരിക്കണ്. പക്ഷെങ്കിൽ ഇന്ന് ആ പ്രശ്നമൊന്നുമില്ല. രാവിലെ ആവുകൊണ്ടാവും തോന്നണം. നമ്മളിവിടെ ഒരു കടന്റെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ അവിടുന്ന് മുട്ടക്കരൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറാട്ട. ഞാൻ ചിക്കൻ നല്ല അടിപൊളിയാക്കിയിട്ട്. ഇതിന്റെ ചിക്കൻ കടായിയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളങ്ങനെ കഴിക്കട്ടെ. വീടാണ് കേട്ടോ സംഭവം. കണ്ടോ വാതിലൊക്കെ ഉണ്ട്. എന്തേലും ഞങ്ങള് ചായ കുടിച്ചടക്ക് വൃത്തിയാക്കി. അത് കൂട്ടാ ടാറ്റ കൊടുത്ത എല്ലാവർക്കും ഒന്ന് നമ്മള് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടല്ലോ അല്ലയോ. സമയം 8:48 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് 60 കിലോമീറ്റർ ആണ് നമുക്ക് മൈസൂർക്കുള്ളത് അല്ലേ. 60 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പൊ നമ്മളെ ഹോട്ടലിക്ക് അതിന്റെ അടുത്ത് തന്നെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മള് ഹോട്ടലുള്ളത്. എന്തായാലും പോയാക്കാം. നമ്മളിതാ ഈ വരുന്ന ആ ഒരു കണ്ടത്തിന്റെ അപ്പുറമൊക്കെ സൂര്യകാന്തി ആയിരുന്നു കേട്ടോ. ഞാനത് എടുക്കാൻ മറന്നുപോയി. കണ്ടോ? അത് ഫുള്ള് വയലുകളാണ്, കൃഷികളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറിയൊരു ചൂടിങ്ങനെ, ചൂടല്ല തണുപ്പുണ്ട്.
കാറ്റുണ്ട്, പക്ഷെങ്കിൽ തണുത്ത കാറ്റാണ് കേട്ടോ. വെയിലുണ്ട, പുറത്ത് വെയിലുണ്ട്, നല്ല ഭംഗിയില് കാണാൻ, ഡ്രസ്സില് കാണാൻ. കണ്ടോ നമ്മളെ ചീനി മരം ഉണ്ടല്ലോ, അതിന്റെ വേറൊരു ചീനിയില്ലേ. ഞങ്ങള് ഇന്നാള് പറഞ്ഞൊരു അമ്പലത്തിന്റെ ഒരു ഇത് കൂടെ അങ്ങനെ പോയ ഇതാ ഈ റോഡ് അല്ലേ ചേച്ചി? ഈ റോഡ് ഇതാ, ആ റോഡ് നമ്മള് തിരിഞ്ഞു പോകുന്നു കേട്ടോ. ഇത് എന്താണ്, നാഗവല്ലി ക്ഷേത്രമാണല്ല, എന്താ എന്തോ ഒരു ക്ഷേത്രം മറന്നുപോയി. ഗോപാലസ്വാമിയാണ്, പക്ഷെങ്കില് എന്താണിത് മറന്ന് ഓർത്തിട്ട് പറയാം. മഞ്ചേരിയൊക്കെ ആണെങ്കിലേ ഇപ്പൊ ഇങ്ങനെ ഒരു ട്രാഫിക് ഇല്ലാത്ത റോഡ് നമുക്ക് പറ്റൂല ഈ സമയത്തില്. കാരണം 8:45 9 മണിയൊക്കെ ആകുമ്പോ ഭയങ്കര തിരക്കാവും. പക്ഷെങ്കിൽ ഈ റോഡൊക്കെ ഉണ്ട്, എന്തൊരു ഇതാണ്, വണ്ടികൾ കുറവ്, ഭയങ്കര കുറവാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മൈസൂരിക്കൊക്കെ ഈ ഒരു സമയത്ത് എത്താൻ പറ്റൂലേ. 11 മണിക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും അല്ലേ? 8:45 ഇപ്പൊ ടൈം, ഒരു 11 മണിക്ക് എന്തായാലും എത്തും തോന്നുന്നു. അപ്പൊ നമ്മള് ആദ്യം തന്നെ പോണത് ഇത് കണ്ടല്ലോ, ഇതൊക്കെ തേനാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നീന് തേൻ്റെത്. ആ സെയിം സ്ഥലത്തോട്ട് തന്നെയാണ് നമ്മൾ പോണേ. നമ്മള് ആദ്യം പോണത് കൊട്ടാരം കാണാനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് 2 മണിക്കാണ് ഹോട്ടലില് റൂം, 12 മണിക്ക് അവർ വെക്കേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് റൂം കിട്ടുക. അങ്ങനെ ഒരു 2 മണിയാകുമ്പോഴേക്ക്, ഒരു 12:30 ആകുമ്പോഴേക്ക് എങ്ങനെയാലും ഹോട്ടലിൽ എത്തണം. നമുക്ക് കൊട്ടാരം കാണിച്ചു തരാം കേട്ടോ. കണ്ടൊരു വീടാണ് കേട്ടത്, കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. ഒരു തോണിന്റെ ഒരു ഷേപ്പിലേക്ക് അങ്ങോട്ട് ഒരു തോണിന്റെ ഷേപ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡിക്കിന്ന് വെള്ളം വെള്ളം ഞാൻ ആദ്യം ഓർമ്മ ചോദിച്ചു ഈ പൊന്നു ഇപ്പൊ കണ്ടില്ലേ എന്താ ഞാൻ തേച്ചത് എന്താ വെച്ചാൽ നെയ്യാണ് കേട്ടോ. നെയ്യ് ഭയങ്കര ഡ്രൈ ആയി നിൽക്കണ ചുണ്ട്, അപ്പൊ നെയ്യ് തേച്ചാല് നല്ല ഇതാവും. എന്നിട്ട് വേണമെങ്കിൽ ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ നമുക്ക് ഇടാം. പക്ഷെ ഇപ്പൊ ലിപ്സ്റ്റിക്ക് ഇടുന്നില്ല, അതുകൊണ്ട് നെയ്യ് തേച്ച്. ഇപ്പൊ മൂത്രയിക്കാത്തോണ്ട് നമ്മൾ വിടുന്നാട്ടോ ടോയ്ലറ്റിക്ക് പോണത്. ഇതാണ് സംഭവം. പമ്പിലുള്ള പൂക്കളാണ് നോക്കണ്ടി. ഇവിടം തൊട്ട് അവിടം വരെ ഉണ്ട്, റോഡ് വരെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കോളാമ്പി സൈസ് പൂവാണേ. അപ്പൊ ഞാൻ ഭാവനോട് ചോദിച്ചിനി ഞമ്മക്കിത് വന്നൊരു കമ്പ് തരുമോ ചോദിക്കാന്. വേറെ പൊയ്ക്ക മോശമല്ലേ അറിയിട്ട് ഞാൻ ചോദിച്ചോക്കട്ടെ ഇതേല ചങ്ങായിമാരോട് തരുമോ. ഒരു കാഴ്ച കണ്ടിക്കണ ഇത് നോക്കി, ഇത് ഫുള്ള് പുളിയാട്ടോ. നമ്മള് പറയില്ല നമ്മളെ വീടിന്റെ അവിടെയൊക്കെ പോട്ടരമ്പോ പൊതിഞ്ഞു എന്ന് പറഞ്ഞു, ചിലരെ വീടൊക്കെ അതുപോലെ ഉണ്ട്. എന്റെ പഠിച്ചോനെ മുത്തുട്ടിക്കാട്ടിക്ക്, മുത്തുട്ടിയെ ഒരു പുളി കിട്ടിയിട്ടോ മുത്തുട്ടിക്ക്. നോക്കട്ടെ, എന്റെ അമ്മ കണ്ണ് കാണില്ലട്ടോ, നീ പറിച്ചെടുക്കാ തോന്നുന്നുണ്ട്. ചാടി കിടക്കണ കാണുന്നുണ്ടോ? ഇഷ്ടംപോലെ ചാടി കിടക്കുന്നുണ്ട് കേട്ടോ. അത് അതിന്റെ ക്യാമറ ക്ലിയർ ഇല്ല, അതുകൊണ്ടാണ്. നിറയെ ചാടി കിടക്കുന്നുണ്ട്. വന്നിട്ട് കുത്തിയിട്ട് കണ്ടില്ലേ, ഇപ്പോഴാണ് കേട്ടോ ഇത് അധികം പൊളിഞ്ഞു പോരുകയാണ് കേട്ടോ സംഭവം. കണ്ടില്ലേ, ബോണറ്റ് ഫുള്ളായിട്ട് കലങ്ങിക്കും. ട്രെയിനും കാര്യമൊക്കെ ഉണ്ടിട്ടോ, കണ്ടില്ലേ. അപ്പൊ ഇത് എങ്ങട്ടാ ട്രെയിന്? കോയമ്പത്തൂര്, വെഞ്ചങ്കോട് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾക്കാട്ടോ ട്രെയിന്. നമ്മളങ്ങനെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറാണ് ആ കാണുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് സംഭവം. ഇനി ഞാൻ സംസാരമൊന്നും ഉണ്ടാവില്ല കേട്ടോ, വെറും വീഡിയോ. നമ്മൾ കണ്ടോളി കേട്ടോ, കാണാത്തോലൊക്കെ കൊട്ടാരം കണ്ടോളി. നമ്മൾ ആ റോഡിനായിട്ട് ആദ്യം വന്നിരുന്നത്. ഇപ്പം ആ ഒരു ഗേറ്റിൽ തന്നെ വലിയ ഗേറ്റ് ഇത് അതിന് വന്നിരുന്നത്. ഇപ്പോൾ ഇതിനായിട്ടുണ്ട്. അല്ലുള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു കൊട്ടാരം കാണാത്ത. മുത്തുട്ടി ചെറുതേനും 3 വയസ്സാകുമ്പോൾ നമ്മൾ വന്നിരുന്നു. പൊന്നൂന് 7 വയസ്സിന് അന്ന്. അപ്പോൾ മുത്തുട്ടിക്ക് ഓർമ്മയില്ലല്ലോ മുത്തുട്ടിയെ പട്ടണത്തേക്ക് വന്ന് ഇല്ല, അവൾക്ക് ഓർമ്മയില്ല. അല്ലുവിന് പിന്നെ തീരെ കണ്ടില്ല. ഭാവിയും കുട്ടിയും പുറത്ത് നിന്നൊക്കെയാണ്. അപ്പം ഞങ്ങൾ മാത്രമായിട്ട് ഉള്ളിൽ കയറണേ. ആളുകൾക്ക് 120 കുട്ടികൾക്ക് 70 കേട്ടോ. 10 വയസ്സിന് താഴെയുള്ളവർക്ക് ലൈവ്, 10 വയസ്സിന് 18 വയസ്സിൻ്റെ അടിയിൽ 70 ഉള്ളൂ കേട്ടോ.
പക്ഷെ നമ്മൾ പൊന്നൂന് ഫുള്ള് വാങ്ങിയിട്ട് കൊടുത്തുകൊണ്ടാണ് പോന്നിക്കണത് കേട്ടോ. 15 വയസ്സുള്ളൂ. പക്ഷെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞില്ല, അതാണ് ഇപ്പോൾ പറ്റിയത്. ഇവിടുന്ന് ഇങ്ങോട്ട് പുതിയൊരു വീഡിയോ ആക്കിയിട്ട് കേട്ടോ, ഞാൻ ഒന്നും പറയൊന്നുമില്ല, ഒരു വീഡിയോ സോങ് ആക്കിയിട്ട് ഇട്ടായിരുന്നു. ഒക്കെ കണ്ടിറങ്ങിയിട്ടോ, കണ്ട ഇങ്ങനെ പൂവ് കുറേ ഉണ്ട് കേട്ടോ, കണ്ടില്ല അവിടം വരെ ഉണ്ട്. ഇന്നും മുത്തുട്ടിയും കൂടി അല്ല അല്ലും മുത്തുട്ടിയൊക്കെ മുത്തുട്ടിക്ക് ഉണ്ടാ മൂത്രയിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കണ്ടില്ല ഇങ്ങനെ കുറേ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഇവിടുന്ന് കൊട്ടാരം കണ്ട് നമ്മൾ വേറെ വഴിക്കാണ് വരുന്നത്. ആ ഒരു വരുന്ന ഈ ഒരു ഭാഗം ഫുള്ള് കച്ചവടമാണ്. ഡ്രസ്സും പിന്നെ ഐസ്ക്രീം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. കണ്ടോ അതെന്താണ് എനിക്ക് മനസ്സിലാവണില്ല. ഇതെന്തോ ഒരു നമ്മൾ കുരുമുളക് പോലത്തെ ഒരു കായ കേട്ടോ. ടൈം എങ്ങനെ ഒരു ഇത് മയിലും പോത്തൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പൂവുകൊണ്ട് മയിലും പോത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഇത് കഴിഞ്ഞാണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. കണ്ടോ ഇത് ഫുള്ള് പൂന്തോട്ടങ്ങളാണ്. വെറും റോസാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റൂല തോന്നുന്നുണ്ട്. നമ്മൾ ഈ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് കുറേ കാണാണ്ട് കേട്ടോ. പക്ഷെങ്കിൽ അങ്ങോട്ടൊന്നും ഞങ്ങൾ പോണില്ല. ഞങ്ങൾ കേട്ടില്ലേ ചിരിച്ചു പോകണം, ഭയങ്കര വെയിലാണ്. ായും പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മുത്തുട്ടിക്ക് അല്ലുവിന് വാങ്ങിക്കൊടുക്കാനായിട്ട് കുയിന്താട്ടി പോവാണ്. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര വിലയാണ്. അപ്പോൾ നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് വിൽക്കാൻ വെച്ചു. മൈസൂര് കൊട്ടാരം കാണാൻ വന്നിട്ടൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറയണ്ട. 20 രൂപേൻ്റെ പഞ്ഞുമിഠായി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ചിരി വരുന്നുണ്ട്. എൻ്റെ പൊന്നും അല്ല മുത്തുട്ടി അല്ലും കുയിന്താട്ടി പോയത് കണ്ടിട്ട്. അങ്ങനെ കേട്ടോ ഇപ്പോഴും ഉണർന്നിട്ടില്ല. ഇത് എന്ത് പൈസയാണ് ഇത്? നമ്മളെ ഇന്ത്യൻ പൈസ ഉണ്ട്. ഇത് നമ്മളെ പൈസകളും പിന്നെ പല നാടിൻ്റെ പൈസകളുമാണ് കേട്ടോ. ഇതൊക്കെ ഏതാണ് ഈ വലുതൊക്കെ നാവോ? ഇത് കളക്കല്ലേ? മോതിരൊക്കെ വെട്ടി തിളങ്ങുന്നുണ്ട്. നല്ല വെയിലാട്ട. കമ്മലുകൾ എൻ്റെ മുത്തുട്ടിക്ക് ഇങ്ങോട്ട് വന്നാൽ അതേ ഞങ്ങൾ അവിടെ അപ്പുറത്തുനിന്ന് കമ്മൽ വാങ്ങിയിരുന്നു. പക്ഷെ ഇത് വളകൾ കണ്ട ക്ലിപ്പുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. കമ്മൽ കണ്ടിട്ടാണ് എൻ്റെ പൊരി ഒരു ഇതിലാക്കിക്കാണ്ട് തക്കാളി വെച്ചെടുത്ത് ഞാനും ബാത്റൂമിൽ പോവാണ്. കുറേ അപ്പുറത്താണ് ടോയ്ലറ്റ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പോവാണിത് കണ്ടോ. ആദ്യക്കുട്ട അയ്മക്ക് എന്നെ നോക്കട്ടെ. ആദ്യം ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? ഗ്ലാസ്സുകളും വാച്ചുകളുമാണ് കേട്ടോ. പലതരം വാച്ചുകൾ. ഈ ഒരു സാധനങ്ങളെല്ലാം ഓർത്തുണ്ടല്ലേ. വളമൊക്കെ പാലസിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ കേട്ടോ ഫുഡ്. ബാക്കിയുള്ള പൊറാട്ടയും ചിക്കനും കഴിച്ച് നമ്മൾ പൊറാട്ട എത്ര വാങ്ങിയിരുന്നു? 18 എണ്ണമൊക്കെ വാങ്ങിയിരുന്നു. അപ്പം അങ്ങനെ ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഹോട്ടലിലെത്തണം. നമ്മൾ ഹോട്ടൽ ഇതാണ് കേട്ടോ. മെയിൻ റോഡിൽ തന്നെയാണ്. ഇതാണ് സംഭവം. ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാട്ടോ നമ്മളെ ഹോട്ടൽ കണ്ട. മുൻഭാഗം ഞാൻ കാണിച്ചു തന്നില്ലേ. ഇതാണ് ഒരു സൈഡ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവുകയാണേ. ഇത്രയും ആൾക്കാർ നമുക്കതൊന്നും പറയാറുണ്ട്. ആ നീലാളുണ്ടോ ഒരു ബാഗ് ഇട്ടുണ്ട്. നീലാള് അയാളുടെ മൈസൂർ പാലസിൽ. ഞങ്ങളെ റൂമേ 412 കേട്ടോ. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കിടന്നാൽ കണ്ട ഒരു അലമാരി പിന്നെ കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടാലേ നമുക്ക് ലൈറ്റ് കത്തുള്ളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കണം, എന്നാലേ നമ്മളെ റൂമിൽ ലൈറ്റ് കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കബോർഡാണ് കേട്ടോ. അല്ലേ അങ്ങനെ ഒരു കബോർഡും ഇതൊക്കെ ഡ്രസ്സ് വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം കാണിച്ചു തരാം. കബോർഡിൻ്റെ ഉള്ളിൽ കണ്ടോ ലോക്കറുണ്ട് കേട്ടോ. നമുക്ക് സ്വർണ്ണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനെ ഒരു കബോർഡ് കൂടെ ഉണ്ട്. പിന്നെ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ചായ കുടിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടില്ല. പിന്നെ വേസ്റ്റും കേട്ടോ. പിന്നെ TV പിന്നെ എന്തായതാ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഇതുണ്ട് കേട്ടോ ഗ്ലാസും. പിന്നെ നമുക്ക് കുറച്ച്
സാധനങ്ങൾ. ഇത് മെനു കാർഡാണ്. നമുക്ക് ഹോട്ടലിൽ ഇവർ അതിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഇതാക്കണമെങ്കിലുള്ള കാർഡാണ്. ഇതൊക്കെ നമ്മൾ സാധനങ്ങൾ വെച്ചതാണ്. പിന്നെ കുറച്ച് ചെയറും ഇതുണ്ട്, ലൈറ്റ്, പിന്നെ ഇതുണ്ട് വേണ്ട. പിന്നെ ആദ്യേ എനിക്കെന്താ പണി? ഫോണുണ്ട് കേട്ടോ. പിന്നെ ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂം ഇപ്പം ഞങ്ങൾ കുളിച്ചിറങ്ങിയതാട്ടോ, ഗ്ലാസിൻ്റെ ബാത്റൂം. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നനഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇറങ്ങാൻ മടി. കണ്ടില്ലേ ഫോണ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് ഇങ്ങോട്ടൊക്കെ അപ്പം ഇത്രയും ഇതാട്ടോ നമുക്ക് ഇവർ തന്നിട്ടുള്ള ഒരു റൂമിലുള്ള സംഭവങ്ങൾ. ചായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഉണ്ടാക്കാം. ഫസ്റ്റ് എനിക്ക് ഒരു ചായയാണ്. നിങ്ങൾക്ക് ഇഷ്ടം ജറബിച്ച് നടങ്ങിന്ന. അപ്പം ഞാനിതും ഗ്രീൻ ടീ ഉണ്ട് കേട്ടോ, ഗ്രീൻ ടീ ഉണ്ട്. പിന്നെ മസാല ചായ. അപ്പം ഞാൻ മസാല ചായ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. മസാല ചായയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ പൊടിച്ചിൻ്റെ എടുക്കി. അമൂല്യ പറഞ്ഞ പാൽപ്പൊടിയില്ലേ? മുത്തുട്ടി ആദ്യമായിട്ട് ചായ ഉണ്ടാക്കുകയാണെന്ന് ഇറങ്ങാണ്ട, അതിന് എടുത്ത് തിന്നണേട്ടാ. അപ്പൊ ഇതാ ചായ ഇട്ട് കുടിക്കുകയാണെങ്കിൽ ഹലോ ആ ഉണ്ട്. ഹലോ, ഹോട്ടലിൽ കയറി കുളിയല്ല, എല്ലാവരും കുളിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട ആദ്യക്കുട്ട കിടക്കട് നല്ല ഇതുള്ള മറ്റേ സ്പ്രിങ് ബെഡാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ മുത്തുട്ടി അല്ലും ഇതാണ് കേട്ടോ ഇവരെ പണി. അപ്പോൾ നമുക്ക് വേറെ ഹോട്ടലിൽ പോകണ്ട, നമുക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കണം. അപ്പോൾ ഇവർക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുകയാണ്. ഞാനും ബായും പുളി കഴിഞ്ഞ് മാറ്റിയിരിക്കണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. ഒട്ടിച്ചതാന്ന് കാണുന്നവർക്കെങ്കിൽ അറിയോ, കണ്ട നല്ല ഭംഗിയിൽ കാണുന്നു. അതേപോലെ അവിടെ ഒരു മരങ്ങൾ കേട്ടോ, മരത്തിൻ്റെ ഒരു കണ്ട കാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തോ ഒരു ക്ലോത്ത് പോലല്ലേ ഒരു ഇതാണ്. നമ്മൾ അവിടെ കണ്ട അതേ ഇത് കണ്ട ഇവിടെ വേറൊരു പൈപ്പിൽ ഇതെന്തോണ്ടായിച്ച് ഇത് ഉണ്ടാക്കിക്കണേ? അല്ല, ഇതെന്തൊരു മുടഞ്ഞൊരു പ്ലാസ്റ്റിക് ആണ് സംഭവം. അത് കുട്ടി കച്ചറ തുടങ്ങിയിരിക്കണം കേട്ടോ. കണ്ട ഇക്രസ് ഹോട്ടല് നമ്മളെ പാലസ്ന്ന് ആകെ 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഈ ഹോട്ടലിലേക്ക്. കടൽ മെയിൻ റോഡിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ഉണ്ടോ. ഞങ്ങൾ 6ാമത്തെ നിലയില്ല കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ മീറ്റിങ്ങിൻ്റെ ഇതിന് പോവാണ് കേട്ടോ. എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോവാൻ നിൽക്കണേ. ഇതിൻ്റെ ഹാളിൽ തന്നെ വരുന്ന ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഇത് ഭക്ഷണം. അപ്പം ഇതിൽ തന്നെ നമുക്ക് കണ്ട അങ്ങനെ ഒരു കടയും കൂടെ ഉണ്ട് കേട്ടോ. തന്നെയാണോ എന്നൊന്നും അറിയില്ല, സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഹാളിക്ക് പോവാണ് കേട്ടോ. നമുക്ക് മീറ്റിങ്ങിൻ്റെ സമയമായിട്ടുണ്ട്. നിറഞ്ഞുകൂടും കേട്ടോ ഹാളൊക്കെ. സാധാരണക്കാരായ നമ്മളിൽ ഒരാളായ ദീർഘവീക്ഷണമുള്ള നേതാവിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. വ്യക്തികളെ പ്രചോദിപ്പിക്കാനും നയിക്കാനും കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം. എഫെക്സ് കമ്മ്യൂണിറ്റിയുടെ ബാക്ക് ബോൺ എന്ന് തന്നെ നമുക്ക് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഒരു ഗംഭീര കൈഡി അപ്പോൾ അവിടെ തകൃതിയായിട്ട് ഡാൻസും പാട്ടും ഒക്കെ ഹാളിൽ നടന്നുകൊണ്ട് കേട്ടോ. ഞാനിത് അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ ഇവിടെ ഇതിൻ്റെ ഒരു ഭാഗത്ത്. അപ്പോൾ അവിടേക്ക് പോകുന്നതാണേ. അപ്പം
പൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. അവരിറങ്ങിക്കണം കേട്ടോ. ആദ്യക്കുട്ടത് അവിടെ ആദ്യേ അല്ലൂന് മുക്കിയതാണ് കേട്ടോ. അല്ലു വരച്ചിക്കിടത് നിരോധിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ വർഷങ്ങളിൽ തന്നെ എക്സ്ചേഞ്ചസ് ഹാക്ക് ചെയ്യപ്പെടാൻ തുടങ്ങി. കാരണം 2013-14 കാലഘട്ടം എന്ന് പറയുന്നത് സെക്യൂരിറ്റി അത്ര സെലിബ്രേഷൻ 2K25 വേണ്ടി ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കൺഗ്രാറ്റുലേഷൻസ് ടു യു. ഒരു കൈഡി പോട്ടെ, ഒരു എല്ലാറ്റിനും കൈഡി പോട്ടെ. ഞങ്ങളങ്ങനെ ഇതാ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നമുക്ക് ഭക്ഷണം കാര്യം കഴിഞ്ഞ് ഇറങ്ങി കുറച്ച് ഡാൻസും ഒക്കെ കണ്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി റൂമിൽ പോവാണ്. നമുക്ക് ഇതുള്ളത് വേറെ ഹോട്ടലിലാണ് കേട്ടോ. പരിപാടി വേറെ ഹോട്ടലിലാണ്, നമ്മൾ താമസിക്കുന്നത് വേറെ ഹോട്ടലിലാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഹോട്ടലിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവരെ ബസ് വരണമെങ്കിൽ 10 മണിയാവുമെന്ന് പറഞ്ഞു. ഇപ്പം 8:30 ആയിട്ടുള്ളൂ. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാൻ വയ്യ. അല്ലൊക്കെ ഉറങ്ങിയിരുന്നു. ഉറങ്ങിയെടുത്തുനിന്ന് കൊണ്ടുപോയിട്ടാണ് ഭക്ഷണം കൊടുത്തത്. അപ്പം അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നാളെ കാണാം. നമ്മളെ ഹോട്ടല് കണ്ട. ഇപ്പം ഇവിടുന്ന് കുറച്ചുള്ളൂ നടക്കാൻ. ഹായ്, അസ്സലാമലൈക്കും. ഇപ്പം രാവിലെ 7 മണി ആയിക്കണം കേട്ടോ. അപ്പം എല്ലാവരും എണീറ്റ് റെഡി ആയിട്ടില്ല. റെഡി ആകാൻ വേണ്ടി അവിടെ നിൽക്കണം. അന്നെടുക്കേ. അപ്പം ആദ്യക്കുട്ടതാ എണീറ്റിക്കണം കേട്ടാ. ആദ്യക്കുട്ടതാ, അല്ലു താത്തതാ, ഞാനും ഇവിടെ ഉണ്ട്. ഞങ്ങളൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടോ. നമുക്ക് എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെയാണ്. 800 ആൾക്കാർക്കുള്ളത് അവിടുത്തെ ഹോട്ടലിലാണ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഓരോ ഗ്ലാസ് ചായയും കുടിച്ച്. പുറത്ത് ഭയങ്കരമായിട്ട് മഞ്ഞുണ്ടോ, മൂടി കിടക്കുകയാണേ. നല്ല തണുത്ത കാറ്റാണ്. ഇത് തുറക്കാനൊന്നും വയ്യ. രാവിലെ ഇനിയിപ്പോൾ ഒരു 9 മണി 10 മണി വരെയൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. എല്ലാവരും മൂക്കടഞ്ഞാണ് കേട്ടോ. റൂമിൽ തന്നെ നമുക്ക് AC കുറച്ച് വെച്ചിട്ട് തന്നെ ഭയങ്കര തണുപ്പാണേ. അപ്പം അതിൽ ട്രെയിന് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് കൂടെ തോന്നുന്നുണ്ട് ട്രെയിന് പോകുന്നുണ്ട്. കാണുന്നില്ല കേട്ടോ. പോകുന്നുണ്ട്, എവിടെയാണ് അറിയില്ല. ഇങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ട്. നോക്കി നോക്കുകയാണ് ഞങ്ങള്. നമുക്ക് കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. അവിടെ കുരങ്ങനുണ്ട് കേട്ടോ. ഇവിടെ ഇലയൊക്കെ കിടക്കുന്നത് അവിടെ ഉണ്ടോന്ന് കണ്ടോ. ഇങ്ങനെ ചാടി കളിക്കും കുരങ്ങന്മാര്. ഇവിടെ ഇവിടെ അല്ലേ, ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണത്തില്ല. 2 കുരങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് താഴോട്ട് പോയി, ഒന്ന് അയിമ തന്നെ ഉണ്ട്. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞതാ പോയിക്കൊണ്ടിരിക്കട്ടെ. നമ്മൾ ആ ഹോട്ടലിലേക്ക് ചായ കുടിക്കാൻ പോവാണേ. ലിഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ. ലിഫ്റ്റ് കയറാൻ വേണ്ടി വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടോ. ഞങ്ങളിവിടെ വെയിറ്റിങ്ങിലാണ്. നല്ല വിശപ്പുണ്ട്, തണുപ്പായിട്ടാവും. നല്ല വിശപ്പുണ്ട്. വേണ്ട വേണ്ട, അവിടെ പാർക്ക് ചെയ്തൊക്കെ ഉണ്ടോ. നമുക്ക് എന്താ അവിടെ പാർക്കിങ് നിറഞ്ഞിട്ടുണ്ടാവും. ഇത്രയും ആളുകളോ വണ്ടിയുണ്ട്. ഇതൊക്കെ അങ്ങോട്ടുള്ള ആളുകളോ. ഒരു 4 ഹോട്ടലിലായിരുന്നു സ്റ്റേ. 800 ആൾക്കാർ. ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളാട്ടത്. ബ്രെഡും ജാമും, പിന്നെ ഒരു ബട്ടർ, ചട്നി, 2 മുട്ട, പിന്നെ ഇതെന്താ സാധനം കപ്പയാണ് തോന്നുന്നു, ഉപ്പുമാവ്, പിന്നെ അതിക്കൊരു കറി, പിന്നെ നമുക്കുള്ളത് ഇഡലിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മളെ സാധനങ്ങൾ. ഉള്ളില് നമ്മളെ മുന്നേ ചാടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓന് ഞങ്ങൾ ഇങ്ങോട്ട് കൊടുന്നൊക്കെയാണ് ചാടാൻ വേണ്ടിയിട്ട് വളവ. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് പെരും തണുപ്പ് കേട്ടോ. നമ്മൾ നല്ല ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് കഴിക്കുകയാണ്. അവിടെ തിന്നല്ലോ. ഇതുണ്ടല്ലോ മധുരമുള്ള ഉപ്പുമാവാണ് കേട്ടോ. എന്താ പഞ്ചസാര ഇട്ടിട്ടുള്ള ഉപ്പുമാവാണ് തോന്നുന്നു. എന്തായാലും കഴിച്ചൊക്കെ ഉണ്ട്.
ഭയങ്കര മധുര. ഇവിടുത്തെ തിരക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഫുള്ള് ആളുകളാട്ടോ. അങ്ങോട്ട് ആകെ ആളുകളാണ്. അപ്പൊ ഞാൻ മുട്ടിയും കാപ്പിയാണ് കേട്ടോ. പിന്നെ അവസാനം കുടിച്ചത് 2 മുട്ട എടുത്തത് ആ എടുത്ത് കൊണ്ടുവന്നതാണ്. പിന്നെ കൈ പൊള്ളിയിട്ട് ചായ കൈ കൂടെ വീണതാണ്ടത്. കൈ ഇവിടെ ചോന്തതൊക്കെ പൊള്ളിയതാണ്ട്. ഇവിടെ കൈ ചിങ്ങ തുടങ്ങിയിട്ടില്ല കേട്ടോ. കണ്ടോ, കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ബാക്കില് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് നേരത്തെ എത്തി. ഓക്കെ, എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് ടൈം ക്വാളിഫിക്കേഷൻ നമ്മുടെ അടുത്ത ആദ്യക്കുട്ടി ഉണ്ടല്ലോ, ആ ഒരു ക്ലീൻ ആക്കണ മെഷീൻ കണ്ടിട്ട് നോക്കിക്കണ്ട. ഇവിടെ നമ്മള് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിട്ടോ. കണ്ടില്ല ആളുകള്. അവിടെയാണ് ഹോട്ടല്. വണ്ടി ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. ചൂടായിരിക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ ചന്ത പോലെ കണ്ടില്ലേ, റോഡ് സൈഡ് ഫുള്ള് കടകളാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ. ഇപ്പൊ ഒരു മഞ്ചേരിക്കൊക്കെ നമ്മൾ പോയാലെങ്ങനെ അതേ ഒരു ഇതിൽ തന്നെ. പനനൊങ്കിന്റെ വലുപ്പം കണ്ടോ, ഫുള്ള് കടകളാണ്. നമ്മൾ നേരെ മുന്നിലൊരു ഇതാണ് കേട്ടോ. അതിന്റെ കണ്ടില്ലേ, പ്രതിമയാണ് കേട്ടോ. എല്ലാ ഒരു ഇങ്ങനെ വളവിലും ഉണ്ടാവും. അത് ഇതിനെന്താ പറയാ, ഇങ്ങനെ ഈ വളവിന് റൗണ്ട് അബൌട്ട് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അമ്മയായപ്പോത്തിന്റെ ഒരു വെയില്. ഞങ്ങള് 8:30 അതിന്റെ ഉള്ളില് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് 8:45 ആ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ കയറിയതാ. 1 മണിയാവാൻ സമയത്തായിട്ട് ഇറങ്ങുന്ന. ഇപ്പൊ സമയം 1 മണിയായിട്ടുണ്ട്. ഇപ്പയാണ് നമ്മൾ ഇറങ്ങിപ്പോയിരുന്നു. നല്ല അടിപൊളി ക്ലാസ് ഒക്കെ ആയിരുന്നു. പിന്നെ അതങ്ങനെ കേട്ടിരുന്നു. അതിന്റെ അടിയിൽ എണീറ്റൊന്നും പോകുന്നില്ല. ഇനിയിപ്പൊ ഇവിടെ സൂവിന്റെ അടുത്ത് തന്നെ ഉണ്ട് ഇത്ര മലയാളി ഹോട്ടല്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഫോട്ടോ എടുത്തില്ല, കുട്ടിയിടം കാണുന്നുണ്ട്. ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാന്. ഇതൊരു കൊട്ടാരത്തിന്റെ ബാക്കി ഇനി കൂട്ടോ. കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കാണാന്. അക്വാ വേൾഡ് എന്ന് പറഞ്ഞിട്ട് മീനിന്റെ ഒരു ഇതാണ് കേട്ടോ. കണ്ടോ, മീനിന്റെ ഒരു വലിപ്പം ഇതുണ്ടാക്കി വെച്ചതാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഫീയും കാര്യമൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ പോണില്ല കേട്ടോ. ഇടക്ക് വരുന്ന ഭാഗത്തായിട്ട് ഇത്രയും കടകൾ കണ്ടോ. നിറയെ വഴിയോര കച്ചവടം ഉണ്ട്. എല്ലാ സാധനങ്ങളും ന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. സംഭവം കണ്ട, ഒരു മലയാളി ഹോട്ടൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ. പക്ഷെ ഇത് എവിടെയൊന്നും അറിയണില്ല. ഇവിടെയൊക്കെ അതാ മറ്റേ ശരഭവനും ശരവണ ഭവനൊക്കെയാണ് കേട്ടോ. എവിടെയെന്ന് ചോദിക്കട്ടെ. സൂ ഇവിടുന്ന് ഇങ്ങനെ കാണുന്നു കണ്ട. നമ്മള് അതിന്റെ ഓപ്പോസിറ്റ് കാറ് പാർക്ക് ചെയ്ത്. നല്ല ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ആ ചൂട് തന്നെ കേട്ടോ. ഇവിടെ 12 മണിക്ക് ശേഷം അതുവരെ തണുപ്പുണ്ട്. ചൂടാണെങ്കിലും നമുക്ക് തണുത്ത കാറ്റുണ്ട് കേട്ടോ. അതൊരു ഇതാണ്. ഇവിടുന്ന് ഫോൺ ചെയ്യണം അവിടെ മലയാളി ഹോട്ടലിൽ ചോദിക്കണം. ചെറിയ 2 പശുക്കുട്ടികള് ഐറ്റങ്ങൾ ഇവിടെ തന്നെ തോന്നുന്നുണ്ട്. കെട്ടിടല എന്താന്നറിയാം. അമ്പാമ്പ ഒക്കെയാണ് കേട്ടോ. അവിടെ എവിടെയാണ് കേരള റെസ്റ്റോറൻറ്റ് എന്ന്. പിന്നെ എല്ലാവരും നടക്കണ്ടല്ലോ പറഞ്ഞു. ബാൻ്റെ അടുത്താണെങ്കിൽ ഹാദിക്കുട്ടിയാണ്. ഹാദിക്കുട്ടാ കുട്ടപ്പാ. ഹോട്ടൽ വരുന്നത് കണ്ടോ, സൂവിൻ്റെ അടുത്ത് തന്നെയാണ്. കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലൊക്കെ മൈസൂരൊക്കെ വരുമ്പോൾ നല്ല നമ്മളെ നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം ആകെ തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെ വേറെ ഹോട്ടലില്ല. തൊട്ടടുത്ത് തന്നെ. ചോറൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കണ്ട, ഇവർക്ക് ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ബാക്കി സാധാ ചോറാണ് കേട്ടോ. ബിരിയാണിക്ക് നമുക്കിവിടെ ഹാഫിന് തന്നെ 90 രൂപയാണ്. സാധാ ചോറിന് ഹാഫിന് 100, സാധാ ചോറിന് 90 ആണ് കേട്ടോ. അല്ലേ, എല്ലാ ഇതുണ്ടാവും എന്ന് പറഞ്ഞ് നമുക്ക് കാണണം കേട്ടോ. വന്നിട്ട് നമുക്ക് ഇതാട്ടോ ചോറ്, സാമ്പാർ, മീൻകറി, ഉപ്പേരികൾ, മീൻ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ. ഇവർ കണ്ടോ ബിരിയാണി ഉണ്ടോ. 3 ആൾക്കും ബിരിയാണി. ആദ്യക്കുട്ടക്ക് ഇങ്ങനെ കുറച്ച് കൊടുത്തിക്കണം. ബിരിയാണി വീണ്ടും ഓർഡർ ചെയ്തു കേട്ടോ. ബിരിയാണി കുഴപ്പമില്ല. നമ്മൾ തലശ്ശേരി ബിരിയാണിൻ്റെ ഒക്കെ ഒരു ലുക്ക്. എൻ്റെ ചോറുണ്ടാവും. മീൻകറി എടുത്തിട്ട് എനിക്ക് സാമ്പാർ ഇഷ്ടമായില്ല. ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുള്ളിലേക്ക് പോകാനുണ്ട്. ഇതിലേ കേട്ടോ വഴി. കുറേ മുന്നേ പോയതാണ്. നമ്മളെന്ന് പോയതാ, പണ്ടെന്നോ പോയതാ അല്ലേ. മുത്തൂട്ടി ചെറുതാ അവിടെ നിന്ന് പോയതാ കേട്ടോ. എന്തേ ഇവിടെ വന്നപ്പോൾ കണ്ട നമ്മൾ ഇതിൻ്റെ ഉള്ളിലെത്തിട്ടോ. കണ്ട ആ ഒരു വഴി ഇതിൻ്റെ ഉള്ളിലേക്കായിരുന്നു.
അന്ന് ഞാൻ ഇവിടെ ഞങ്ങൾ ഇരുന്നീന്ന്, എനിക്ക് ഊര ഞെട്ടീന്ന്. അന്ന് അല്ലൂനെ വയറ്റിലുണ്ടായിക്കൊണ്ടിരിക്കണ സമയത്ത്. ടിക്കറ്റ് 350 വലിയ ആളുകൾക്ക് 100, പിന്നെ കുട്ടിക്ക് 50. അല്ലൂൻ്റെ എടുത്തിട്ടില്ല, അല്ലൂന് 5 ഇനി ഞാൻ ഒന്നും പറയില്ല കേട്ടോ. നമ്മളെ കൊട്ടാരത്തിൻ്റെ ആ ഒരു വീഡിയോ ഇട്ട പോലെ ഇടാന്ന് വിചാരിച്ച് നമ്മൾ സംസാരമില്ലാതെ മ്യൂസിക് ഇട്ടിട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് തുടങ്ങിയിട്ട് മൃഗങ്ങളെ കാണിച്ചു തരാം. അതിലെന്താ നിങ്ങളപ്പം ഇതെന്താ മുതലുണ്ട്. ചില സ്ഥലത്തൊക്കെ ഭയങ്കര വെയിലാട്ടോ. അവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട്, ഞാനതൊക്കെ ആ വീഡിയോയിൽ ഇട്ടിക്കണേ. ചില സ്ഥലത്തോ നല്ല തണുപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ടോയ്ലറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ അതിലേക്ക് വന്നതാണേ. മരമാണ് കേട്ടോ. എൻ്റെ എത്രേ ഉയരത്തിലാണ്, ആകെ പടർന്ന് പന്തലിച്ച്. അവിടെ ഒരു ആന കണ്ടോ, കണ്ടോ, ഒരു ആഫ്രിക്കൻ ആനയാണ് കേട്ടത്. ഒന്നെ ഉള്ളൂ. മുതല് ആനക്കൊണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിക്കാണിട്ടോ, ഒന്നും കാണുന്നില്ല. പച്ചപ്പ് വെള്ളമാണ്. ഇരിക്കുകയാണ് കേട്ടോ, ക്ഷീണിച്ചിരിക്കണം. നമ്മളെ ആദ്യക്കുട്ട ഉറങ്ങിയിട്ടുണ്ട് അവിടെ. അത് ഓടുന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടാ എക്സിറ്റായി. ഒരു ഐസ്ക്രീം വാങ്ങാന്ന് വിചാരിച്ചിട്ട്. അവിടെ ഐസ്ക്രീമിന് നമ്മളെ കുൽഫില്ലേ, അതിന് തന്നെ 60 രൂപയാട്ടോ. അതിൻ്റെ ഉള്ളിൽ 60 തന്നെ തോന്നുന്നുണ്ട്. മുത്തൂട്ടിയെ പോയിഞ്ഞതോളാ പറഞ്ഞ 60. അപ്പോൾ ഇവിടുന്ന് വാങ്ങാന്ന് വിചാരിച്ചു. നമ്മൾ ഇത്താട്ട വാങ്ങിയത് 35 രൂപയാണ് ഇതിന്. എല്ലാവർക്കും അതിനെ വാങ്ങിക്കണം. 35 രൂപ വെറും മാങ്ങ. കളർ കണ്ട പശു കേട്ടോ. മഞ്ഞള് വെള്ളത്തിൽ കലിക്കുക തോന്നുന്നു, അതോ മഞ്ഞ പെയിന്റ് അടിച്ചാണ് അവിടെ. എന്തായാലും രസമുണ്ട് കാണാം. റൂമിൻ്റെ പാർക്കിംഗ് ഏരിയ. നമ്മളിപ്പോൾ 5:15 സമയം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിലേക്ക് എത്താൻ 10 മണിയാവും. സൂവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് 4.5 മണിക്കൂറായിന്. അപ്പോൾ നമുക്ക് 4 മണിക്കൂർ വരെയുള്ള അത്ര ഈ പാസ് കിട്ടും കാറിൻ്റെ ഇത് പേ. പിന്നെ നമ്മൾ 20 രൂപ കൂടെ അടച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, 4 മണിക്കൂറിലേറെ കാറ് നിർത്തിയിട്ട് പോയാൽ പിന്നെ ഫൈന് കെട്ടേണ്ടി വരും. അവിടെ ഒരു മലയുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിലൊരു മലയുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ എടുക്കാൻ പറ്റിയില്ല. എണ്ണ അടിച്ചിരുന്ന അവിടെ നിന്ന് തന്നെ കേട്ടോ. ഒന്നും ഡീസൽ അടിക്കണ കേട്ടാ. ഒരു പുളിമരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ വെച്ചാൽ എത്ര, 1 ലിറ്ററിൽ 8 രൂപ കുറവാണ്. നമ്മളെ നാട്ടിലത്തെ 8 രൂപ കുറവാണ്. അപ്പം നമുക്ക് കുറച്ച് ലാഭം ഉണ്ടാവും. നമ്മൾ പുളി പൊറുക്കിയിട്ട് കുറേ പറിച്ചിട്ട് അങ്ങനെ കുലുക്കിയിട്ട് പറിച്ചെടുത്തിട്ടുള്ള പുളിയായിട്ട്. ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ആടെ നിറയെ നമുക്ക് ചവിട്ടാൻ പറ്റില്ല. പക്ഷെ അത് ഞങ്ങൾ അധികം എടുത്തിയില്ല. നായ്ക്കളൊക്കെ മൂത്രയിച്ചിക്കണൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇതൊന്ന് പൊട്ടിച്ചോട്ടെ. എന്നാലൊരു ഗതിയുണ്ട്. നമ്മളെ സാധാ പുളി തന്നെയാണ് കേട്ടോ. ചെറിയ മധുരമുണ്ട്, അത്ര വലിയ പുളിയൊന്നുമില്ല. ആറ് 34 നമ്മൾ എവിടെ എത്തിപ്പോ? ഗുണ്ടൽപേട്ട. എവിടെ എത്തിന്നൊരൈറ്റല്ല കേട്ടോ. എന്തായാലും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കാട്ടിൽ കിടക്കുമ്പോ എന്തായാലും നല്ല ഇരുട്ടാവും. അപ്പൊ എന്റെ ചാർജും കഴിഞ്ഞു. 1% ഉള്ളു. ഞങ്ങളൊരു ഹോട്ടലിൽ നിർത്തിയാട്ടോ, വൈക്കടവില്. ദോശ പിന്നെ മസാല ദോശയൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവാണ്. സമയം 9:30 ആയിക്കോളും.
അപ്പോൾ ഞാൻ ചുരം ഇറങ്ങിപ്പോരുമ്പോൾ നന്നായിട്ട് ഛർദ്ദിച്ചിട്ടോ. പുളി കഴിച്ചപ്പോൾ തന്നെ ബാബ പറഞ്ഞു അത് കഴിക്കണ്ട, നല്ല ഛർദ്ദിക്കും എന്നുള്ളത്. അതൊന്നും ഞാൻ കേട്ടിരുന്നില്ല, നല്ല ഛർദ്ദിച്ച്. പിന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി. പിന്നെ ബാൻ്റെ നിന്നാണ് വീഡിയോ എടുത്തിരുന്നത് കേട്ടോ, അതും സ്വിച്ച് ഓഫായി. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ വീട്ടിൽ എത്തുമ്പോൾ 11:15 ആയിട്ടുണ്ട് കേട്ടോ, അത്രയും സമയമായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ അത്ര പൈസയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നമ്മൾ ചിക്കന് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയതുകൊണ്ട്, പൊറോട്ടയൊക്കെ കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് പിന്നെ ഭക്ഷണം ഉച്ചക്ക് നമ്മളത് കഴിച്ച്, പിന്നെ വൈകുന്നേരം രാവിലെയൊക്കെ അവിടെ നിന്ന് കഴിച്ചല്ലോ. പിന്നെ ഉച്ചക്കുള്ള സാധാ ചോറും രാത്രി ആ ഒരു ദോശം കഴിച്ചതിൻ്റെ മാത്രമേ നമുക്ക് പൈസ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ എണ്ണ അടിക്കാനും പിന്നെ 1600 എങ്ങാണ്ട് ഡീസൽ അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് ബാക്കിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര പൈസയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നമ്മളിങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായി പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.